യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിൻ്റെ പല സംബോധനകളുണ്ട്. ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, അങ്ങനെ പലവിധ സംബോധനകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും സ്വർഗത്തിൻ്റെ വാതിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ലുത്തിനയിൽ പല പ്രാവശ്യം നാം ആവർത്തിച്ച് പറയാറുണ്ട്, സ്വർഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്താണ് ഈ സ്വർഗത്തിൻ്റെ വാതിൽ? പഴയ നിയമ ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. അവിടെ ചേട്ടനെ പേടിച്ച് ഓടിപ്പോകുന്ന ഒരു അനുജന്റെ ചിത്രം നാം വായിക്കുന്നുണ്ട്. ആകെ അവശനായി അവനൊരു മരുഭൂമിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദർശനം അവൻ കാണുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കോവണി. അതിൻ്റെ മുകളിൽ തട്ടിൽ പിതാവായ ദൈവം നിൽക്കുന്നു. ആ കോവണിയിലൂടെ മാലാഖമാർ കയറി ഇറങ്ങി പോകുന്നു. ഈ കോവണിയെ മാതാവായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. പറുദീസായിൽ പാപം മൂലം അടയ്ക്കപ്പെട്ട ആ സ്വർഗീയ വാതിലൊന്ന് തുറക്കുവാനായിട്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒരു സൃഷ്ടിയുടെ ആവശ്യം പിതാവായ ദൈവത്തിന് ആവശ്യമായിട്ട് വന്നു. ദൈവം നോക്കിയപ്പോൾ മറിയം എന്നൊരു പെൺകുട്ടിയെ ദൈവം കണ്ടെത്തി. അവളോട് അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെയോ അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. അതോടുകൂടി അടച്ചപ്പെട്ട പറുദീസയുടെ വാതിൽ അവൾ വഴി തുറക്കപ്പെടുകയാണ്. മറിയത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാനായിലെ തന്റെ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലും അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഈശോ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്നുണ്ട്, മറിയത്തിലൂടെ ക്രിസ്തുവിലൂടെ നമുക്ക് കടക്കാമെന്ന്. ഈ സ്വർഗത്തിലേക്ക് കടക്കുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ജപമാല എന്ന് പറയുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ ജപമാലയുടെ ഒരു മാർപ്പാപ്പയായിരുന്നു. അതുപോലെ തന്നെ 10-ാം പിയൂസ് മാർപ്പാപ്പയും ജപമാലയുടെ ഒരു മാർപ്പാപ്പയായിരുന്നു. ജപമാല ചൊല്ലിയിട്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന ഒത്തിരിയേറെ വിശുദ്ധരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ സ്വർഗീയ ഗേഹത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് കടക്കുന്ന ഒരു നല്ലൊരു വാതിലായിട്ട് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. ജപമാല പ്രാർത്ഥനയിലൂടെ നാം കടക്കുമ്പോൾ മാതാവിലൂടെയല്ല, മാതാവിൻ്റെ രഹസ്യങ്ങളിലൂടെയല്ല നാം കടക്കുക. കാരണം ഈശോയുടെ ജനനം മുതൽ പീഡാനുഭവ മരണ അരസ്യ ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഈശോയുടെ ജീവിതത്തിലൂടെയാണ് നാം കടന്നു പോകുക. മറിയം നമ്മളോട് പറയുന്നത് ഇത് മാത്രമാണ്, മക്കളെ അവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് അടുക്കുക എന്ന് മാത്രമാണ്. ഇതാണ് തിരുസഭ മാതാവ് ലുത്തിനിയിലൂടെ നമ്മൾ പറയുന്നത് സ്വർഗത്തിൻ്റെ വാതിലേ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാകാം, ഒരു സമർപ്പണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാകാം. അത് ഞാൻ ഇടപെടുന്ന രംഗങ്ങളിൽ, എൻ്റെ അപ്പസ്തോല പ്രവർത്തന മേഖലകളിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ വീടുകളിൽ ഞാൻ എൻ്റെ സാന്നിധ്യം വഴി ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവമായിട്ട് മാറുന്നുണ്ടോ? അതൊരു വാക്കിലൂടെയാകാം, ഒരു പ്രവൃത്തിയിലൂടെയാകാം, ഒരു ചിരിയിലൂടെയാകാം, ഒരു സ്പർശനത്തിലൂടെയാകാം. മദർ തെരേസയുടെ മുഖത്ത് നോക്കി ഒരു കൊച്ചു പറഞ്ഞില്ലേ, നിങ്ങൾ ക്രിസ്തുവാണോ? വിശുദ്ധ ഫ്രാൻസിസിനെ കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇതാ 2-ാം ക്രിസ്തു എന്ന്. അവൻ പ്രാർത്ഥനയല്ല, പ്രാർത്ഥന പോലെ കാണപ്പെട്ടു എന്ന് പറയുക. അപ്പം നമ്മളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറയാനായിട്ട് സാധിക്കുമ്പോൾ ഇവളിലൂടെ എനിക്ക് ക്രിസ്തുവിനെ കണ്ടെത്തി എന്ന്, അത് നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാതാവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് തരികയാണ്. നമ്മുടെ ഓരോ ജീവിതാനുഭവങ്ങളിലും എവിടെയായാലും നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കാതെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു മറിയമായിട്ട് മാറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.